ഹലോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഉണക്കമീൻ ചുട്ടിട്ടുണ്ട്? ഉണക്കമീൻ ചുട്ട് തിന്നിട്ടുണ്ടോ ഗൈസ്? ഹലോ ഗൈസ്, ഞങ്ങൾ കണ്ട് ഇപ്പം ഉണക്കമീൻ ചുട്ട് പഴങ്കഞ്ഞി മുളക് ചമ്മന്തിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ തുടങ്ങുവാണ് എൻ്റെ അനിയത്തി. അതിന് ഉണക്കമീൻ്റെ തല ചുട്ട് അതെ, ഞാനത് യൂട്യൂബിനകത്ത് കണ്ടോ നിങ്ങൾ കാണിക്കടി ഉണക്കമീൻ. കണ്ടോ, ഞങ്ങളുടെ അടുക്കളയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. വളരെ പരിതോപകരമായ ഒരു അടുക്കളയാണ്. പഴങ്കഞ്ഞി എടുത്തോണ്ട് പാടി, പഴങ്കഞ്ഞി എടുക്കടി. പാത്രത്തിൻ്റെ ഒരു അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാനായിട്ടുള്ള പാത്രമൊക്കെ എടുത്തിട്ട് വരുവാണ് ഗൈസ്. കുഴിയുള്ള പാത്രം വേണം, കുഴിയുള്ള പാത്രം വേണം എടുക്കാൻ. വലിയ കറിയൊന്നുമില്ല. നിങ്ങൾ പാവപ്പെട്ടവരാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ എൻ്റെ വീടിൻ്റെ ഒരവസ്ഥ കണ്ടോ ഗൈസ്, കണ്ടോ നിങ്ങൾ നോക്കണം. പിന്നെ ഞാൻ അവിടെ വീണ് ഗൈസ്, നോക്കൂ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഗൈസ്. വളരെ പരിതോപകരമായൊരു ജീവിതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, നിങ്ങൾ നോക്കൂ, കണ്ടോ ഇവിടെ എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ ഗൈസ്. ഇതിടെ പഴങ്കഞ്ഞി എടുത്തിരിക്കുകയാണ്. അങ്ങനെ പഴങ്കഞ്ഞി എടുത്തു എന്നിട്ട് ഉപ്പിട്ട് 2 ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇടണം. ഉപ്പിട്ട് ഗൈസ് അതിൻ്റെ പച്ചമുളക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ നോക്കുക ഗൈസ്, ആഹാ എന്താ ഒരു ടേസ്റ്റ്. ഒരു സവോളയൊക്കെ അരിഞ്ഞ് അങ്ങോട്ടിടും. ഇപ്പം കണ്ടോണം, സവോള ഞാനെടുത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ, ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ലൈക്ക് കൊടുക്കും, കമൻറ്റ് കൊടുക്കും, സപ്പോർട്ട് കൊടുക്കും? കണ്ടോ, ഇതിനൊക്കെ വേണം ഗൈസ് സപ്പോർട്ട് തരാൻ. പഴങ്കഞ്ഞി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. പച്ചമുളകൊക്കെ കീറിയിട്ട് ഇനി ഉപ്പിട്ടു. ഇനി അടുത്ത് എന്തുവാ, കറിയൊന്നുമില്ല ഗൈസ്. ഇച്ചിരി എടുക്കുക മുളക് സമ്മന്തി തല, മീൻ്റെ തല മതി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. കുടിക്കുക. ആഹാ അന്തസ് പറയടി.